ആരാ 7 ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത്? ആരാ? ആരാ? ആ അള്ളാഹുവിന്റെ മതം. അതാണ് പ്രധാനം. ആ അള്ളാന്റെ മതം. മുഹമ്മദിന്റെ മതാണെങ്കിലല്ലേ പ്രശ്നം. മുഹമ്മദ് നബി ഒരു മതം അവതരിപ്പിച്ചിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈസാ നബി ഒരു മതം അവതരിപ്പിച്ചിട്ടില്ല. ഈസാ അലൈഹിസ്സലാം, കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം ഒരു മതം അവതരിപ്പിച്ചിട്ടില്ല. അബ്രഹാം പ്രവാചകൻ ഒരു മതം അവതരിപ്പിച്ചിട്ടില്ല. ആദമും ഇദ്രീസും നോഹും അലിയസവും ഇല്യാസും അലൈഹിമുസ്സലാം അവരാരും ഒരു മതം അവതരിപ്പിച്ചിട്ടില്ല. അവരൊക്കെ അവതരിപ്പിച്ച, അവരൊക്കെ പഠിപ്പിച്ച മതം ദീനുൽ ഇസ്ലാം, അള്ളാഹുവിന്റെ സമാധാനത്തിന്റെ സന്ദേശം. അതാണ് പ്രത്യേകത. മറ്റേതൊക്കെ മനുഷ്യനിർമ്മിതമാണ്. മനുഷ്യനിർമ്മിതമായ മതത്തിൽ അപാകത ഉണ്ടാവും. മനുഷ്യനിർമ്മിതമായ മതത്തിൽ കുഴപ്പമുണ്ടാവും. പടച്ചോന്റെ മതമാണെങ്കിലോ ഒരു കുഴപ്പമുണ്ടാവില്ല. ഇല്ല, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ലോകത്തെ ഏറ്റവും കൂടുതൽ സമാധാനം പ്രചരിപ്പിച്ച മതം ഇസ്ലാമാ. സംശയമുണ്ടോ നിങ്ങൾക്ക്? പഠിക്കാൻ തയ്യാറുണ്ടോ? മനസ്സിലാക്കാൻ തയ്യാറുണ്ടോ? ആധുനിക മീഡിയകൾ വിളമ്പിത്തരുന്നതിന് മുഴുവനും അണ്ണാക്ക് തൊടാണ്ട് വിഴുങ്ങണ്ട. ലോക മീഡിയകൾ സാമ്രാജ്യത്വ ശക്തികളുടെ ചട്ടുകങ്ങളാണ്. അവർക്ക് ഏറ്റവും മോശക്കാരനെ പരിശുദ്ധമാക്കാം. ഇന്ത്യയിലൊക്കെ നടന്ന അതാ. ലോക മീഡിയകൾ പലരെയും പെരുപ്പിച്ചത് അതുകൊണ്ടാ. ലോക മീഡിയയിൽ ഏത് ഭീകരവാദിയെയും, ഏത് തീവ്രവാദിയെയും, ഏത് കൊള്ളക്കാരനെയും നല്ല മാലാകമാരാക്കി മാറ്റാൻ കഴിയും. ലോക മീഡിയകളെ സാമ്രാജ്യത്വ ശക്തികൾ കയ്യിലെടുത്താൽ ലോകത്തിലെ ഏറ്റവും വലിയ തീവ്രവാദത്തിന്റെ കേന്ദ്രം മീഡിയ കേന്ദ്രങ്ങളാണ് എന്ന് ഞാൻ പറഞ്ഞാൽ എന്റെ നേരെ നിങ്ങൾ കുതിര കയറരുത്. വസ്തുതയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദികൾ എവിടെ എന്ന ചോദ്യത്തിന് ചാനൽ നടത്തുന്ന ആസ്ഥാനങ്ങളിലാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയില്ല. മനുഷ്യരെ തമ്മിൽ തല്ലിച്ചും കഴുത്തറപ്പിച്ചും കൊമ്പ് കോർപ്പിച്ചും കൊലപാതകങ്ങൾ ഉണ്ടാക്കിയും തീവ്രവാദങ്ങൾ ഉണ്ടാക്കിയും അതുപോലെ കമ്മ്യൂണൽ റയോട്ട് ഉണ്ടാക്കി ആയുധങ്ങൾ വിട്ട് വിൽപ്പന നടത്തിയതിന്റെ പങ്കുപറ്റുന്ന രാജ്യത്തിന്റെ നായകന്മാരോട് മനുഷ്യർക്ക് ചിലത് പറയാനുണ്ട്. ഞാൻ പറഞ്ഞ വാചകങ്ങൾ ശ്രദ്ധിച്ചോ? എന്താ? ലോകത്ത് ബോംബിട്ടിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യം ഉണ്ടല്ലോ, അത് കൈപ്പറ്റുന്ന രാജ്യത്തിന്റെ ഭരണാധികാരികളുണ്ട് ലോകത്ത്. ആയുധം വിൽക്കാൻ വേണ്ടി, ആയുധം ഉപയോഗിക്കാൻ വേണ്ടി തീവ്രവാദം ഉണ്ടാക്കുക. അതിന് അവർ തന്നെ തീവ്രവാദികളെ സൃഷ്ടിക്കുക, അവർ തന്നെ അതിന് പേര് നൽകുക. എന്നിട്ട് തീവ്രവാദ ഗ്രൂപ്പിനെ ഉണ്ടാക്കി അവർ കയ്യിൽ ബോംബ് കൊടുത്തിട്ട് അത് വിറ്റ് കായുണ്ടാക്കി അതിന്റെ ഓഹരി തിന്നുന്ന കോട്ടിട്ട സായിപ്പുമാർ ലോകത്തെ മേധാവികളായി ചമയുന്നുണ്ട് എന്നതും ലോകത്തിലെ പച്ചയായ സത്യം അല്ലേ? ഒരു തെളിവ് പറഞ്ഞോട്ടെ, ഒരു തെളിവ് പറഞ്ഞോട്ടെ. ടോണി ബ്ലെയർ, മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി, എല്ലാവർക്കും അറിയാം. ടോണി ബ്ലെയർ ലോകത്തോടൊരു കാര്യം പറഞ്ഞു. ഒരു മീഡിയക്കാരനും ആണും പെണ്ണും കെട്ടൂല് എടുത്ത് പരാമർശിച്ചില്ല. കുറെ ദിവസം കൊണ്ടെടുക്കാൻ മാത്രം ഉണ്ടായിരുന്നു അവർക്ക്. എന്തായിരുന്നു ടോണി ബ്ലെയർ പറഞ്ഞത്? ഇറാഖിൽ ഞങ്ങൾ സദാം ഹുസൈനെ നശിപ്പിച്ചല്ലോ, ഇറാഖ് തകർത്തല്ലോ, അത് തെറ്റായി പോയി, അത് ഞങ്ങൾക്ക് പറ്റിയൊരു അബദ്ധാണ്. ആര് മക്കളെ? മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ. അമേരിക്കക്കും ബ്രിട്ടനും ഇസ്രായേലിനും എന്നും തെറ്റേ പറ്റിയിട്ടുള്ളൂ. എന്നാ നിങ്ങൾ ശരി ചെയ്തത്? എന്നാ നിങ്ങൾ ലോകത്തോട് ശരി ചെയ്തത്? രണ്ടാം ലോകമഹായുദ്ധ കാലഘട്ടത്തിൽ നിങ്ങൾ ചെയ്തതെന്താ? പേൾ ഹാർബറിൽ നടന്നതെന്താ? ജപ്പാനെ തകർക്കാൻ വേണ്ടി ജപ്പാന്റെ കടലിലേക്ക് വെച്ച് 13 യുദ്ധക്കപ്പൽ, അമേരിക്കയുടെ യുദ്ധക്കപ്പൽ നിങ്ങൾ ചുട്ടുകരിച്ചില്ലേ? 2000-ഓളം വരുന്ന പട്ടാളത്തെ, നിങ്ങൾ തീറ്റിപ്പോട്ടിയ പട്ടാളത്തെ നിങ്ങൾ ചുട്ടുകരിച്ചില്ലേ? എന്നിട്ട് ജപ്പാന്റെ മേലിൽ വെച്ച് കെട്ടിയില്ലേ? ലിറ്റിൽ ബോയ് എന്ന ബോംബ് അങ്ങ് ട്രൂമാന്റെ നേതൃത്വത്തിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും നിങ്ങൾ കൊണ്ടുപോയി തുപ്പിയില്ലേ? അങ്ങനെ എന്തെന്ത് കഥകൾ, എന്തെന്ത് ചരിത്ര സംഭവങ്ങൾ. ടോണി ബ്ലെയർ പറയാണ്, ഇറാഖിലും ഫലസ്തീനിലും ചെച്നിയയിലും കൊസോവോയിലും ഞങ്ങൾ കാണിച്ച തോന്നിയാസമായിരുന്നു, അത് ഇന്റലിജൻസിന്റെ ഇൻഫർമേഷൻ, റോങ് ഇൻഫർമേഷൻ ആയിരുന്നു. എല്ലാം കൊന്നൊടുക്കി പെരുന്നാൾ ദിവസം മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കാൻ സദാം ഹുസൈനെ തൂക്കി വരെ കൊന്നു. എന്നിട്ട് അവിടെ പറയാണ് ഞങ്ങൾക്ക് പറ്റിയ അബദ്ധാണ്. അത് മാത്രല്ല ടോണി ബ്ലെയർ ലോകത്തോട് പറഞ്ഞത്. ടോണി ബ്ലെയർ ഒരു കാര്യം കൂടി ലോകത്തോട് പറഞ്ഞു, ISIS ഞങ്ങൾ ഉണ്ടാക്കിയതാണെന്നും കൂടി. എന്തേ ലോകത ഏറ്റുപിടിക്കാതിരുന്നത്? ടോണി ബ്ലെയറും ടീമുമാണ് ISIS ഉണ്ടാക്കിയത് എന്ന് പരസ്യമായി കുമ്പസരിച്ചിട്ട് ആ സായിപ്പിന്റെ കുമ്പസാരത്തിന് എന്തേ ലോക മീഡിയകൾ ചെവിക്കൊടുക്കാതിരുന്നത്? ലോക മീഡിയകൾക്ക് പൊലിപ്പിച്ച് കിട്ടാൻ മാത്രം വലിയ വാർത്തയായിരുന്നില്ലല്ലോ അത്. അതുകൊണ്ടാ അങ്ങനെ സംഭവിച്ചത് കേട്ടോ. നട്ടിലില്ലാത്ത ചാനൽ ശക്തികളോട് വിനീതമായി നിങ്ങൾ ആണുങ്ങളായി തീരണം എന്ന് ഞാൻ പറഞ്ഞ ഞങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നരുത്.
ലോക മീഡിയകൾ പലതും ചെയ്തുകൊണ്ടിരിക്കുന്നത് മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ എഴുതി റെക്കോർഡാക്കി കിതാബാക്കി തന്നിട്ടുണ്ട് ലോകത്ത്. നൂറുകണക്കിന് ഗ്രന്ഥങ്ങൾ മീഡിയകളുടെ ഭീകരതയെ കുറിച്ച് പറയുന്ന. മീഡിയകൾക്ക് ആരെയും എന്തു ആക്കാം, എങ്ങോട്ടും ആക്കാം. ആരെയും ഭീകരവാദിയാക്കാം, ആരെയും തീവ്രവാദിയാക്കാം, ഏത് തീവ്രവാദിയെ നല്ലവനും ആക്കാം. 10 ദിവസം മെനക്കെട്ടാൽ 10 ദിവസം പത്രത്തിൽ തുടർച്ചയായ ഒരാളെ നന്മ എഴുതിയാൽ മതി. ഏറ്റവും മ്ലേച്ഛന്റെ നന്മ. പിന്നീട് ജനങ്ങൾ ഇതൊക്കെ മറന്നു പോകും. ഗീബൽസ് പറഞ്ഞാ അതാ, ഒരു നുണ 100 വട്ടം പറഞ്ഞോളിടാ, അത് സത്യമായിട്ട് ലോകം ഉൾക്കൊണ്ടോളൂന്ന്. അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊക്കെ പറയണെന്നറിയോ, മനുഷ്യൻ എന്ന ചിന്തയിൽ വളരെ പ്രധാനമാണ്. ഖുർആൻ മനുഷ്യരോട് പറയുന്നത്, മനുഷ്യരെ നിങ്ങൾക്ക് പോത്തിൽ നിന്നും കാളയിൽ നിന്നും വ്യത്യസ്തമായ ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ ഒന്നാമതായി നിങ്ങൾ ഉൾക്കൊള്ളണം നിങ്ങളെ സൃഷ്ടിച്ച നാഥനെ. അതാണ് ഒന്നാമത്തെ കാര്യം. ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യം അതാണ്. ഇസ്ലാം ഏറ്റവും സവിശേഷമായി ശ്രദ്ധിക്കുന്ന കാര്യവും അതാണ്. അത് മുസ്ലിങ്ങളുടെ ഒരു പ്രത്യേകതയുമാണ്. അതെന്താ? ഈ ലോകത്തിന്റെ നാഥനെ കുറിച്ചാണ് അവരുടെ ചിന്ത. ബാക്കിയുള്ള എല്ലാ മതങ്ങളുടെയോ സൃഷ്ടികൾ എങ്ങനെ ദൈവങ്ങളാക്കുന്നുള്ളതിനെ കുറിച്ചാണ്. എന്ത്? 2 വ്യത്യാസം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഒന്ന്, ലോകത്തിന്റെ നാഥനെ, ആകാശം സൃഷ്ടിച്ചവനെയാണ് മുസ്ലിങ്ങൾ ആരാധിക്കുന്നത്. ആകാശത്തിലെ ഗോളത്തെയല്ല. ഒരു ആകാശത്ത് ദൈവം സംവിധാനിച്ച ഗോളത്തെ ആരാധിക്കുന്നവർ, ആ 7 ആകാശങ്ങളെയും സൃഷ്ടിച്ച നാഥനെ ആരാധിക്കുന്നവർ. വ്യത്യാസല്ലേ? വ്യത്യാസല്ലേ? ഒരു യൂണിറ്റിലെ ഒരു മണ്ഡലത്തിലെ കോൺഗ്രസ്സുകാരനായിട്ട് എനിക്ക് പരിചയമുണ്ടെന്ന് പറയും ഒരാള്. അപ്പൊ അപ്പുറത്തുനിന്ന് ഒരാൾ വിളിച്ചു, ചെങ്ങ എനിക്ക് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ പരിചയ, ഞങ്ങൾ എന്നും വിളിക്കലുണ്ട് പറഞ്ഞാലോ ഓന്റെ സ്ഥാനം. ഇവിടെ പലരും ആരാധിക്കുന്ന ആരെയാ? ലോക്കൽ ദൈവങ്ങളെ. സത്യല്ലേ? ആലോചിച്ചു നോക്ക്, ആരെ ആരാധിക്കുന്നത്? മനുഷ്യനേക്കാൾ ദുർബലനായ ആളുകളെ. മുസ്ലിങ്ങൾ ആരാധിക്കുന്ന ലോകത്തിന്റെ നാഥനെ, 7 ആകാശവും 7 ഭൂമിയും സർവചരാചരങ്ങളിൽ സൃഷ്ടിച്ച ഈ അണ്ടകടാഹത്തിന്റെ അധിപതിയായ അളവറ്റ ദയാപരനായ പരമകാരുണ്യകനായ നാഥനെ അല്ലേ? ആ നാഥനെയല്ലേ അവരാരാധിക്കുന്നത്? തുമേശ്വരാണം പരമം മഹേശ്വരം താം ദേവദാനാം പരമം ച ദൈവതം പതിംപതിന പരമം പരസ്താത് വിധാമദേവം ഭുവനശമേഠ്യം. എത്ര മനോഹരമായ, നോക്കൂ, വേദഗ്രന്ഥങ്ങൾ പറയുന്ന വാചകമാണ്. തമേശ്വരാണം പരമം മഹേശ്വരം താം ദേവദാനാം പരമം ച ദൈവതം പതിംപതിന പരമം പരസ്താത് വിധാമദേവം ഭുവനശമേഠ്യം. എല്ലാ ആരാധ്യന്മാരുടെയും മേലെയുള്ള ആരാധ്യൻ, എല്ലാ ആരാധ്യന്മാരുടെയും ആരാധ്യൻ, ലോകത്തിന്റെ അധിപതി, സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഒക്കെ സൃഷ്ടിച്ച ലോകത്തിന്റെ നാഥൻ. ഇസ്ലാം പറയുന്ന അങ്ങനെയാണ്. ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ വഅൽഖാ ഫിൽ അർളി റവാസിയ അൻ തബീദ ബികും വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബത്തിൻ വഅൻസൽനാ മിനസ് സമാഇ മാഅൻ ഫഅംബത്നാ ഫീഹാ ബികുല്ലി സൗജിൻ കരീം. ഹാദാ ഖൽഖുല്ലാഹ് ഫഅറൂനി മാദാ ഖലഖൽ ലദീന മിൻ ദൂനിഹി ബലിൽ ളാലിമൂന ഫീ ളലാലിൻ മുബീൻ. ഖുർആനിലെ 31-ാം അധ്യായം 10-11 വാചക. അതിന്റെ അർത്ഥം എന്താ അറിയുക? ഖുർആൻ പറയാണ്, ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ. വല്ലാത്തൊരു അവലംബങ്ങളില്ലാതെ ആകാശത്തെ നാട്ടി നിർത്തിയ പടച്ച തമ്പുരാൻ. അവലംബങ്ങളില്ലാതെ ആകാശത്തെ നാട്ടി നിർത്തിയ പടച്ച തമ്പുരാൻ. 2, ഭൂമി നിങ്ങളെയും കൊണ്ട് ഇളകാതിരിക്കാൻ പർവ്വതങ്ങളെ ആണികളാക്കിയവൻ. 3, ആകാശത്തിന്റെ കാർമേഘക്കീറുകളിൽ നിന്ന് മഴ ചൊരിഞ്ഞു തരുന്നവൻ. 4, അത് മുഖാന്തരം ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നവൻ. ജീവജാലങ്ങൾക്കും ജന്തുലോകങ്ങൾക്കും സസ്യലതാദികൾക്കും എല്ലാം നൽകുന്നവൻ. അതാ ഇസ്ലാമിന്റെ അല്ലാഹു. ശ്രീരാമൻ ലോകത്തിന്റെ നാഥനാണോ? ശ്രീകൃഷ്ണൻ ലോകത്തിന്റെ നാഥനാണോ? യേശുക്രിസ്തു ലോകത്തിന്റെ നാഥനാണോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന്റെ നാഥനാണോ? ആണോ? പിശാരിക്കാവിലമ്മ ലോകത്തിന്റെ നാഥയാണോ? ഉള്ളാളം തങ്ങള് ലോകത്തിന്റെ നാഥനാണോ? ആരാ ആകാശത്തെ സൃഷ്ടിച്ചത്? ആരാ ഭൂമിയെ സൃഷ്ടിച്ചത്? ആരാ സർവചരാചരങ്ങൾ സൃഷ്ടിച്ചത്? ആരാ ഏകകോശ ജീവിയായ ഹമീബയെ സൃഷ്ടിച്ചത്? ആരാ നീലത്തിമിംഗലത്തെ സൃഷ്ടിച്ചത്? ആരാ ഈ അണ്ടകടാഹത്തെ നിയന്ത്രിക്കുന്നത്? അവൻ അല്ലാഹു. പെർഫെക്റ്റ് ആണ്. ഒരു എതിർപ്പില്ല, ഒരു പ്രതിഷേധവും ഇല്ല. പയ്യോളങ്ങാടിയിലെ ഒരു സ്വാമിക്ക് കയറി വന്നിട്ട് പറയാൻ കഴിയോ ഇത്? ഈ വാചകം, ഈ പറഞ്ഞ വാചകം
ശ്രീരാമനും ശ്രീകൃഷ്ണനും ഉള്ളതിന് മുമ്പേ ലോകമുണ്ട്, ആകാശഭൂമികളുണ്ട്, സൂര്യനും ചന്ദ്രനുമുണ്ട്. അതുകൊണ്ട് അതിനെയാണ് ആരാധിക്കേണ്ടത് എന്ന് സ്വാമി ചിദാനന്ദപുരിക്ക് പറയാൻ കഴിയോ? കഴിയില്ല. അത് കഴിയുന്ന കാലം അപ്പൊ മനുഷ്യനൊന്നാവും. ഒരു പള്ളിയിൽ അച്ഛൻ ഇവിടെ കയറി വന്നിട്ട് പറയാൻ കഴിയോ യേശു ക്രിസ്തുവും കന്യാമറിയും ഉണ്ടാകുന്നതിന് മുമ്പ് ലോകമുണ്ട് എന്ന്? പറ്റുമോ? യേശു ക്രിസ്തുവും കന്യാമറിയും ഉള്ളതിന് മുമ്പ് ലോകമുണ്ട്, ആകാശഭൂമി ഉണ്ട്, അതിനെ സൃഷ്ടിച്ചവനെയാണ് ആരാധിക്കേണ്ടത് എന്ന് പറയാൻ കഴിയോ? അത് ഇസ്ലാമിന് മാത്രം കഴിയുന്ന കാര്യമാണ്. കാരണം ഇസ്ലാം ലോകത്തിന്റെ നാഥന്റെ മതമാണ്. അതുകൊണ്ടത് പറയുന്നു, ലോകത്തിന്റെ നാഥനെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതികളും സർവ്വലോകങ്ങളുടെയും നാഥനായ അള്ളാഹുവിനാകുന്നു. ഉണ്ടോ? സർവ്വലോകങ്ങളുടെയും നാഥൻ, ഹിന്ദുവിന്റെ, മുസ്ലിമിന്റെ, ക്രിസ്ത്യാനിയുടെ, ജൈനന്റെ, ബൗദ്ധന്റെ എല്ലാവരുടെയും നാഥൻ. അതാണ് മതത്തിന്റെ ഒന്നാമത്തെ കാര്യം. അവനിൽ ഒരാളെയും പങ്കു ചേർക്കരുത്. ബിംബത്തെ ആരാധിക്കരുത്, ഖബറാരാധന നടത്തരുത്, പശുവിനെ ആരാധിക്കരുത്, പാമ്പിനെ ആരാധിക്കരുത് എന്നൊക്കെ മതം പറഞ്ഞു, വേദങ്ങൾ പറഞ്ഞു, ഹൈന്ദവ വേദങ്ങൾ പറഞ്ഞു, ക്രൈസ്തവ വേദങ്ങൾ പറഞ്ഞു, ഖുർആൻ പറഞ്ഞു, എല്ലാ വേദങ്ങളും പറഞ്ഞു. പക്ഷെ മനുഷ്യരത് അനുസരിച്ചില്ല. ഖുർആൻ അല്ലാത്ത മറ്റെല്ലാ വേദങ്ങളിലും മനുഷ്യരുടെ കൈകടത്തലുകൾ ഉണ്ടായി, സ്ഖലിത ബിന്ദുക്കൾ ഉണ്ടായി, അവ്യക്തതകൾ ഉണ്ടായി. അവ്യക്തതകൾ കരുനിയൽ വീഴ്ത്തി. അതുകൊണ്ട് തന്നെ അവ്യക്തതകൾ കരുനിയൽ വീഴ്ത്താത്ത, മനുഷ്യന്റെ കൈകൾ സ്പർശിച്ചിട്ടില്ലാത്ത, പഞ്ചേന്ദ്രിയ പരിമിതികൾക്കപ്പുറത്ത് ലോകത്തിന്റെ നാഥൻ, സർവജ്ഞനായ പ്രപഞ്ചത്തിന്റെ നാഥൻ, അവൻ അവതരിപ്പിച്ച ഒരു വേദഗ്രന്ഥം അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ. അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ. ഇരുട്ടിൽ നിന്ന് മാനവതയെ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഗ്രന്ഥം, ഇരുട്ടിൽ നിന്ന് മാനവതയെ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഗ്രന്ഥം. ലോകരെ, പാശ്ചാത്യരെ, പൗരസ്ത്യരെ, കറുത്തവരെ, വെളുത്തവരെ, ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും എല്ലാവരെയും വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഗ്രന്ഥം. ജനങ്ങൾക്കാകമാനമുള്ള മാർഗദർശന ഗ്രന്ഥം. എത്ര ബെറ്ററാണ് ഖുർആനെ പറ്റി ഖുർആൻ പറയുന്നതാണ്. ദൈവം അവതരിപ്പിച്ച ഗ്രന്ഥം, മാനവതയുടെ ഗ്രന്ഥം, നന്മയുടെ ഗ്രന്ഥം, സത്യത്തിന്റെ ഗ്രന്ഥം, വിവേചനത്തിന്റെ, സത്യാസത്യ വിവേചനങ്ങളുടെ ഗ്രന്ഥം. ആ ഗ്രന്ഥം ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹി അഖ്വം, ഏറ്റവും ചൊവ്വായതിലേക്ക് ആ ഗ്രന്ഥം നയിച്ചു. ആയിഷ ബീവി, പ്രിയപത്നി, പ്രവാചക തിരുമേനിയുടെ പ്രാണപ്രേയസി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ. ആ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയാണ്, 13 കൊല്ലം മക്കയിൽ പ്രവാചകത്വ ലബ്ധിക്ക് ശേഷം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ജീവിച്ചു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയാണ്, എന്ത് 13 കൊല്ലം പ്രവാചക തിരുമേനി മക്കയിൽ ജീവിച്ചു. അന്ന് മദ്യപിക്കരുത്, വ്യഭിചരിക്കരുത് എന്നാണ് അദ്ദേഹം ആദ്യമായി പറഞ്ഞതെങ്കിൽ ഞങ്ങൾക്ക് ആർക്കും മാറ്റം ഉണ്ടാകുമായിരുന്നില്ല. മദ്യപിക്കരുത്, പക്ഷേ അദ്ദേഹം ഞങ്ങൾ ആദ്യമായി ഒറ്റ ദൈവത്തെ കുറിച്ച് പഠിപ്പിച്ചു. ഷമ്മ ഇസ്രായേല അഡോണ എലോഹിൻ അഡോണ യഹ് എന്ന് ഈസാ നബി പഠിപ്പിച്ച ആശയം. ത്വമേകം ശരണ്യം, ത്വമേകം വരണ്യം, ത്വമേകം ജഗത് കാരണം വിശ്വരൂപം, ത്വമേകം ജഗത്കർത്തൃ പാതൃപ്രഹർത്തൃ, ത്വമേകം വരം നിശ്ചലം നിർവികൽപം. വേദഗ്രന്ഥം പഠിപ്പിച്ച അങ്ങനെയാണ്. ഏകൻ ഏകൻ ഏകൻ. ആകാശഭൂമികളെ എല്ലാരെയും സൃഷ്ടിച്ച ഒരു മുസ്ലിമിന്റെ മനസ്സെന്തറിയോ? ബാലേന്ദ്രനെ സൃഷ്ടിച്ചതും നരേന്ദ്രമോദിനെ സൃഷ്ടിച്ചതും ഇവിടുത്തെ മുസ്ലിങ്ങളെ സൃഷ്ടിച്ചതും ഒക്കെ അള്ളയാണ്. ഒറ്റ അള്ളാ. ആ അള്ളാന്റെ വായുവാണ് നരേന്ദ്രമോദി ശ്വസിക്കുന്നത്. ആ അള്ളാന്റെ വായുവാണ് അദ്ദേഹം ശ്വസിക്കുന്നത്. അള്ളാന്റെ വെള്ളമാണ് അദ്ദേഹം കുടിക്കുന്നത്. അദ്ദേഹം നമ്മളൊക്കെ അള്ളാന്റെ അടിമകളാണ്. ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾക്ക്. യാ അയ്യുഹന്നാസ് ഇന്ന ഖലഖനാകും മിൻ ദക്കറിൻ വഉൻസാ വജഅൽനാകും ശൂബൻ വകബായില ലിതഅറഫൂ ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. അല്ലയോ മനുഷ്യരെ, ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. വജഅൽനാകും ശൂബൻ വകബായില ലിതഅറഫൂ, നിങ്ങളുടെ വർഗങ്ങളും ഗോത്രങ്ങളുമായി തിരിച്ചത് പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ്.
നിങ്ങളെ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ്. നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ പാശ്ചാത്യനല്ല, പൗരസ്ഥനല്ല, കറുത്തവനല്ല, വെളുത്തവനല്ല. ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ലോകത്തിന്റെ ഏത് കോണുകളിൽ, ഏത് ഭാഷയിൽ, ഏത് ഗോത്രത്തിൽ ജനിച്ചവനാകട്ടെ, അവനാണ് ദൈവസന്നിധിയിൽ ആദരണീയൻ. അതാണ് ഇസ്ലാം. ഇസ്ലാം പറയനില്ല, പൊലയനില്ല. അല്ല ഇവൻ ഇന്നൊരു പുലയനല്ലേ, കവിയുടെ വലിയ വരികളാണ്. അല്ല ഇവൻ ഇന്നൊരു പുലയനല്ലേ, അല്ലാ മതം സ്വീകരിച്ചാൽ അല്ലാ മതം നാളെ സ്വീകരിച്ചാൽ ഇല്ല ഒട്ടു നീചത്വവും എന്ന് പറയുന്ന വരി അങ്ങനെയല്ലേ? ഒരച്ഛനമ്മമാർക്ക് പിറന്ന മക്കൾ ഓർത്താൽ ഒരൊറ്റത്തറവാട്ടുകാർ നാം, നാഥന്റെ മുറ്റത്ത് വിരിഞ്ഞു നിൽക്കും തന്മുന്തിരിക്കൊത്ത മനുഷ്യവർഗം. ഒരച്ഛന്റെ അമ്മയുടെ മക്കളായിട്ട് ജനിച്ചവർ, അതാ ഗർവാപസി ബാന്ധവ മാനവ സർവേ സ്വദേശാഭുവനത്രയം എന്നത് അതാണ്. ലോകമാണ് തറവാട്. ഒരച്ഛന്റെ അമ്മയുടെ മക്കളാണ്, ഒറ്റ ദൈവത്തിന്റെ അടിമകളാണ്. ആ ഒറ്റ ദൈവത്തെയാണ് ആരാധിക്കേണ്ടത്. നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവൂല, കലാപങ്ങൾ ഉണ്ടാവൂല. നിങ്ങൾ ശരിക്കും ആലോചിച്ചോളൂ. അതാണ് ഇവിടെ ആളുകൾ പലപ്പോഴും ചിന്തിക്കാത്തൊരു പോയിന്റാണ്. ആളുകൾ ഭിന്നിച്ചു പോകല്ലേ. സായിബാബയുടെ പിന്നാലെ കുറെ ആള്, മാതാമൃതാന്തയുടെ പിന്നാലെ കുറെ ആള്, രവിശങ്കറിന്റെ കൂടെ കുറെ ആള്, അല്ലേ, തങ്ങന്മാരുടെ കൂടെ കുറെ ആള്, ബീവിമാരുടെ കൂടെ കുറെ ആള്, കുറെ ശൈഖന്മാരുടെ കൂടെ കുറെ ആള്, കുറെ ജ്യോത്സ്യന്മാരുടെ കൂടെ കുറെ ആള്. എന്തുകൊണ്ടാ അങ്ങനെ പറ്റിയത്? ദൈവത്തെ തിരിച്ചറിഞ്ഞില്ല. ഭാരതത്തിന് സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തം എന്തറിയോ? സൃഷ്ടിച്ച നാഥനെ കണ്ടെത്തുന്നിടത്ത് ഈ രാജ്യം പരാജയപ്പെട്ടിട്ടുണ്ട്. സത്യം, ഈ രാജ്യത്തിന് ഇത്രയേറെ പരാജയം ഈ വിഷയത്തിൽ പോലെ വേറൊരു കാര്യത്തിന് ഉണ്ടായിട്ടില്ല. ഈ രാജ്യത്ത് ദൈവത്തെ കണ്ടെത്തുന്നതിൽ ഈ രാജ്യം പരാജയപ്പെട്ടു. എന്തൊക്കെ പെരുമ്പറ നമ്മൾ പറഞ്ഞാലും ഈ രാജ്യത്ത് ജനിച്ചു വളർന്നവരോട് ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുന്നു, ലോകത്തിന്റെ നാഥനെ കുറിച്ച് എന്ത് പഠനം അവിടെ ഉണ്ടായത്? ഞാൻ തന്നെയാ പടച്ചോൻ എന്ന് പറയാൻ അവിടെ പഠനങ്ങളൊക്കെ ഉണ്ടായത്. അഹം ബ്രഹ്മാസ്മി തത്വമസി, അല്ലേ, അനൽ ഹഖ് അൻതൽ ഹഖ്. അതാണല്ലോ സൂഫി. ആ സൂഫി സമ്മേളനത്തിലേക്കാണല്ലോ നമ്മുടെ ഉസ്താദ് പോയത്. ഏത് സെന്നവസ് എന്ന് പറയുന്ന ഇറാനിയൻ ബേസ്ഡ് ഗ്രന്ഥത്തിന്റെ താളുകളിലെ സൂഫി ചിന്തകളിലേക്കല്ലേ കാട് കയറിയത്, ചേക്കേറിയത്. അവിടെ എന്താ പറയുന്നത്? ബ്രഹ്മസത്യം ജഗത് മിഥ്യ ജീവോ ബ്രഹ്മൈപനാപരാം അഹം ബ്രഹ്മാസ്മി തത്വമസി. ഞാൻ ദൈവമാണ്, നീയും അതേ, എല്ലാം ദൈവമാണ്. കല്ലും മുള്ളും മുരടും മൂർഖൻ പാമ്പും കാഞ്ഞിരക്കുട്ടിയും ആൽത്തറകളും മക്ബറകളും ജാരങ്ങളും പുണ്യപുഷ്പങ്ങളും പത്തിരിയും ചപ്പാത്തിയും പൊറാട്ടയും ഒക്കെ ദൈവമാണ്. അങ്ങനെ പറഞ്ഞ സൂഫികളുണ്ട് ഇവിടെ ഈ രാജ്യത്ത്. അതുകൊണ്ട് എന്തുണ്ടായി? കള്ളുഷാപ്പിന്റെ മുമ്പിൽ പേട്ടവെള്ളം കുടിക്കാൻ നിൽക്കുമ്പോൾ നമ്മളെന്താ കണ്ടട കുറെ പടച്ചോമാര് ക്യൂ നിൽക്കുന്നത്. മാപ്പിളാര പടച്ചോമാര്, ക്രിസ്ത്യൻ പടച്ചോമാര്, ഹിന്ദു പടച്ചോമാര്. ദൈവം കള്ളുടിക്കോ? കാട്ടായി അടിച്ച് മറിഞ്ഞു പോകുമോ ദൈവം? ഇസ്ലാം ദൈവത്തെ പറ്റി പറയുന്ന വാചകം എന്താ പറയുന്നത്? സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. അല്ലാഹു എത്ര പരിശുദ്ധൻ. ആ സുബ്ഹാനി 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 എന്നാണ് ആര് പറയാ? സൂഫികള്. ഞാൻ എത്ര പരിശുദ്ധൻ, ഞാൻ എത്ര പരിശുദ്ധൻ. അതാ ഏത് അതിനാണ് ആര് പോയത്? നമ്മളെ ഉസ്താദ് എല്ലാവർക്കും അറിയാം. മുടിപ്പള്ളി വ്യവസായി അതിനാ പോയത്. എവിടെ മക്കളെ മുടിപ്പള്ളി? എവിടെ പള്ളി? പള്ളിയുടെ പേര് പറഞ്ഞ് 41 കോടി മുടിച്ചിട്ടുണ്ടാവും. മുടി ഉണ്ടാക്കാനല്ല, മനസ്സിലായോ? ആരെങ്കിലും പ്രതിഷേധിച്ചോ? ആരെങ്കിലും ചോദിച്ചോ ഉസ്താദെ പള്ളി എവിടെ? നബീനോടുള്ള സ്നേഹം പണം പൂർത്തിയായപ്പോ അവസാനിച്ചോ? 41 കോടി കിട്ടുന്നവരെ നബി സ്നേഹത്തിന്റെ വായ്ത്താരികൾ. ശേഷമോ 41 കോടി കിട്ടിയപ്പോ മോനെ ഹക്കീമിന്റെ കൈ കൊടുത്തു പറഞ്ഞു, ബിസിനസ് ചേർന്ന മോനെ എന്റെ കാര്യങ്ങൾ നടക്കട്ടെ. ബാപ്പ ഏതായാലും 10-25 വയസ്സായി. അതാ അവിടെ നടന്നത്. പക്ഷെ പൊട്ടന്മാർക്ക് ഈ ഉസ്താദിന്റെ ഏറ്റവും വലിയ അറിവ് എന്താ അറിയോ? എന്റെ കൗമിന് അറിവില്ല എന്ന അറിവ്. ഉസ്താദിന്റെ ഏറ്റവും വലിയ അറിവ് എന്താണ്? എന്റെ മുമ്പിൽ ഇരിക്കുന്ന കൗമിന് ഒരു വിവരവുമില്ല എന്ന വലിയ വിവരം. ആ വിവരം വെച്ചിട്ടുള്ള കളിയാണ്. മനസ്സിലായി നിങ്ങൾക്ക്? ലോകത്തെന്തൊക്കെ വഞ്ചന മതത്തിന്റെ പേരിൽ. രവിശങ്കറിന്റെ മാമാങ്കം, ശ്രീ രവിശങ്കറിന്റെ മാമാങ്കം നടത്താൻ എന്തൊക്കെ നിയമങ്ങൾ ലംഘിച്ചു. മനുഷ്യ ദൈവങ്ങളുടെ മുമ്പിൽ ഒരു നിയമമില്ല സുഹൃത്തുക്കളെ. ഇത് ഈ രാജ്യത്തിന്റെ ദുരന്ത. സാക്ഷാൽ ദൈവത്തെ കണ്ടെത്താൻ നമ്മൾ മറന്നു. ഹിരണ്യഗർഭഃ സമവർച്ചദാഗ്രേ ഭൂതസ്യ ജാതപതിരേഖ ആസീത് സതാതാര പൃഥ്വീം ദ്യാമു
ദേവായ കശ്മൈ ദേവായ ഹവിഷാവിധേമാം. ഋഗ്വേദത്തിന്റെ 10-ാം മണ്ഡലം 121-ാമത്തെ സൂക്തം 1-ാമത്തെ തർക്കിലുള്ളതാണ്. ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ച ഒറ്റ ദൈവമുണ്ട്. അല്ലാഹുല്ലദീ ഖലഖകും സുമ്മ റസഖകും സുമ്മ യുമീതുകും സുമ്മ യുഹീകും. അള്ളയാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, നിങ്ങൾക്ക് ഉപജീവനം നൽകുന്ന അവനാണ്. അതുകൊണ്ട് അവനെ ആരാധിക്കേണ്ടത്. ഇതൊക്കെ തന്ന അവനാ. ആ നാഥനിലേക്ക് മടങ്ങാനാ ഇസ്ലാം പറഞ്ഞു. അറേബ്യൻ ജനത, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറയാണ്, അറേബ്യൻ ജനത ശുദ്ധമായ ഏകദൈവ വിശ്വാസം സ്വീകരിച്ചപ്പോ വമ്പിച്ച പരിവർത്തനമുണ്ടായി. MGS നാരായണൻ പറയാണ്, അറബികൾ വെറും നാടോടികളായിരുന്നു. ഒരു പ്രവാചകൻ വന്നു, അദ്ദേഹം പഠിപ്പുള്ള ആളായിരുന്നില്ല, നിരക്ഷരനായിരുന്നു. പക്ഷെ അദ്ദേഹം ലോകത്തോട് പറഞ്ഞ ചില ആശയം ജിബ്രീലിൽ നിന്ന് ഏറ്റുവാങ്ങി, പടച്ചോന്റെ മാലാഖയിൽ നിന്ന് ഏറ്റുവാങ്ങിയ ആ നോളജ് അത് ലോകത്തെ, അതുകൊണ്ടാണ് ലോകത്തിലെ എല്ലാ ശാസ്ത്രശാഖയും തുടങ്ങിയത് മുസ്ലിങ്ങളാണ്. MGS നാരായണൻ പറയേണ്ടത്, എല്ലാരും പറയേണ്ടത്, ലോകത്തിലെ ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞത്, മുസ്ലിങ്ങൾ തൊട്ടുപൊക്കാത്ത ഒരു ശാസ്ത്രശാഖയും ലോകത്തുണ്ടായിട്ടില്ല. അതിനൊക്കെ പ്രചോദിപ്പിച്ചത് ഈ ഖുർആനാണ്, ദൈവിക ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിലൂടെ ശുദ്ധമായ ഏകദൈവാരാധന. എല്ലാ വേദങ്ങളും ബിംബാരാധനയെ എതിർത്തു. ഞാൻ ഇന്നലെ കണ്ണൂരായിരുന്നു. അവിടെ വലിയൊരു ഹൈന്ദവ സഹോദരൻ അദ്ദേഹം പറഞ്ഞത് ബിംബാരാധന ശരിയല്ല എന്ന് ബാലുശ്ശേരി പറഞ്ഞതാണ് ശരി. ബിംബാരാധന വലിയ കുഴപ്പമാണ് എന്ന് ഞാൻ അവിടെ വിശദീകരിച്ചു. അയാൾ പറഞ്ഞു ശരിയാണ് ആ പറഞ്ഞത്. അരേ, ഒരു ഹിന്ദു മതത്തിന്റെ പ്രചാരകൻ, അപ്പൊ അത് അപകടം ഉണ്ടാക്കും. പല അപകടങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്, ലോകത്തിപ്പോഴും ഉണ്ടാക്കുന്നുണ്ട്. ബാബരി മസ്ജിദിൽ ബിംബം കൊണ്ടുവച്ചല്ലേ മുസ്ലിങ്ങൾ ഹിന്ദുക്കൾ തല്ലിയത്? ഒറീസയിൽ ക്രിസ്ത്യാനികളുടെ യേശുക്രിസ്തുവിന്റെ ബിംബം തകർത്തല്ലേ ഹൈന്ദവരും ക്രിസ്ത്യാനികളും തമ്മിൽ ഏറ്റുമുട്ടിയത്? BR അംബേദ്കറിന്റെ പ്രതിമ തകർത്തോണ്ടല്ലേ 4 ആള് കൊല്ലപ്പെട്ടത്? നേരെ മറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിമ ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് നാശമുണ്ടോ? ഇല്ല. അപ്പൊ ഇസ്ലാം ഒന്നാമതായി പഠിപ്പിച്ചത് ശുദ്ധമായ ഏകദൈവാരാധനയാണ്. അതുകൊണ്ട് മുസ്ലിങ്ങൾ ഖബറാരാധന ചെയ്യില്ല, മുസ്ലിങ്ങൾ അമ്പിയാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കില്ല. കാരണം ഖുർആനിലൂടെ ഉടനീളം പ്രവാചകന്മാരുടെ പ്രാർത്ഥന പടച്ചോനോടാണ്. അല്ലല്ലാത്തൊരു പടപ്പിനോട് ഒരൊറ്റ പ്രാർത്ഥനയും അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഖുർആൻ മാനവതയോട് പറയുന്നത് നിങ്ങളുടെ ആരാധനയാകുന്ന പ്രാർത്ഥന അത് സാക്ഷാൽ പ്രപഞ്ചനാഥന്റെ മുമ്പിലാണ് നിർവഹിക്കേണ്ടത്. അല്ലെ, ഇസ്രായേലേ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ്, ഏക കർത്താവ്, അവനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കാൻ മാർക്കോസിന്റെ 12-ാം അധ്യായം 29 പറയുന്നു. മത്തായിയുടെ സുവിശേഷം 7:21 പറയുന്നു. യോഹന്നാൻ സുവിശേഷം 6:9-10 പറയുന്നു. എല്ലാം അങ്ങനെ തന്നെ. പുറപ്പാടിലെ 20-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനത്തിൽ പറയുന്നു. സങ്കീർത്തന പുസ്തകം 148-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനത്തിൽ പറയുന്നു. ആവർത്തന പുസ്തകം 4-ാം അധ്യായം 15-ാമത്തെ വാചകത്തിൽ പറയുന്നു. ഒറ്റ ദൈവത്തെ കുറിച്ച് പറയുന്നു. അതുകൊണ്ട് ഈ പയ്യോളി അങ്ങാടിയിലെ എന്റെ പ്രസംഗം കേൾക്കുന്ന മുഴുവൻ ആളുകളോടും എനിക്ക് പറയാനുള്ളത്, ഏകദൈവത്വത്തിലേക്ക് മടങ്ങിപ്പോണം. സൂര്യനെ സൃഷ്ടിച്ച നാഥനിലെ, ചന്ദ്രനെ സൃഷ്ടിച്ച നാഥനിലെ. അത് ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ മുഹമ്മദ് നബീനെ ആരാധിക്കാനല്ല. മുഹമ്മദ് നബി ലോകത്തോട് പറഞ്ഞ എന്താ? ഇന്നി അബ്ദുല്ലാഹി വറസൂലുഹു, ഞാൻ അള്ളാന്റെ അടിമയാണ്, അള്ളാന്റെ റസൂലാണ്. നിങ്ങൾ എന്നെ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്. എത്ര ക്ലിയർ! മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് പറഞ്ഞ അതാ, ഇന്നി അബ്ദുല്ലാ, ഞാൻ അള്ളാന്റെ അടിമയാണ്. ഞാൻ ദൈവമാണ് എന്നല്ല, ഞാൻ അടിമയാണ്. എന്നിൽ ദിവ്യത്വമുണ്ട് എന്നല്ല, ഞാൻ ഭാവി കാര്യം അറിയില്ല എന്നാ. എന്ന് പാടിയപ്പോ അത് നിർത്തിച്ചു. മേലിൽ പാടരുത് എന്ന് പറഞ്ഞു. അത് ശിർക്കിന്റെ വരിയാണെന്ന് പറഞ്ഞു. അതാ പ്രവാചകൻ. ആ സദസ്സിലേക്ക് കയറി വന്നപ്പോ അവരെ ആദരപൂർവ്വം എഴുന്നേറ്റുന്നില്ലേ? മറിയമിന്റെ പുത്രൻ ഈസയെ ക്രിസ്ത്യാനികൾ ആദരിച്ചാരാധിച്ച പോലെ നിങ്ങൾ എന്റെ കാര്യത്തിൽ അതിരുവിടരുത് എന്ന്. മനസ്സിലായോ? അത്ര ഗൗരവമാണ്, അത്ര ഗൗരവമാണ്. അങ്ങനെ പഠിപ്പിക്കപ്പെട്ട ആളാ റസൂൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ അവർ വല്ലാത്തൊരു എഴുന്നേൽക്കൽ, ഒരു ഭവ്യതയുടെ, ഒരു അങ്ങേയറ്റത്തെ വിനയത്തിന്റെ. അപ്പൊ റസൂൽ പറഞ്ഞു, സിറ്റ് ഡൗൺ, സിറ്റ് ഡൗൺ, ലാ തുറൂനി കമാ അത്രത്തിൻ നസാറ ഈസ ഇബ്നു മറിയം. മറിയമിന്റെ പുത്രൻ ഈസയെ ക്രിസ്ത്യാനികൾ ആദരിച്ച പോലെ. അപ്പൊ എന്താ? ആദരവ് മറികടക്കാൻ പാടില്ല. ആദരവിന് ബൗണ്ടറി ഉണ്ട്, സ്നേഹത്തിന് ബൗണ്ടറി ഉണ്ട്. അത് രണ്ടും മറികടക്കാൻ പാടില്ല. അള്ളാനെ സ്നേഹിക്കുന്ന പോലെ ഒരാൾ മൊയ്തീൻ ഷെയ്ഖിനെ സ്നേഹിച്ചാൽ ഓ മുശ്രിക്കാണ്.
ഏയ്, അള്ളാഹിനോടുള്ള ഇഷ്ടം അതേ ഇഷ്ടമാണ് റസൂലിനോടെങ്കിലോ ഓ മുശ്രിക്കാണ്. അതിന്റെ മൗലവി നിങ്ങൾ എന്താ പറയണേ? എന്റെ മൗലവി അല്ല പറയണേ, എന്റെ അള്ളാ, ലോകത്തിന്റെ നാഥൻ. വിശുദ്ധ ഖുർആനാ പറയണേ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലെ സൂറത്ത് ബഖറയിലെ 165 പറയണത് കഹുബില്ല. മനുഷ്യർക്കിടയിൽ ചില ആളുണ്ട് അള്ളാനെ സ്നേഹിക്കുന്ന പോലെ അവർ പടപ്പുകളെ സ്നേഹിക്കുന്നു. മനസ്സിലായി നിങ്ങൾക്ക്? അള്ളാനെ സ്നേഹിക്കുന്ന പോലെ. അപ്പൊ ഒരാൾക്ക് മൊയ്തീൻ ശൈഖിനോടും അള്ളാനോടും ഒരേ ഇഷ്ടമാണെങ്കിൽ ഓ മുശ്രിക്കാണ്. അപ്പൊ അള്ളാന്റെ താഴെയാണ് റസൂലിന്റെ സ്ഥാനം, അതിന്റെ താഴെയാണ് ബാക്കിയുള്ളവർക്ക്. അറിയാലോ, അതാണ്. അപ്പൊ ഇഷ്ടത്തിന് പോലും തോതുണ്ട്, ആദരവിനും ഉണ്ട്. ഈസാ നബീനെ അവർ ആദരിച്ചതാ ക്രിസ്ത്യാനികള്, പക്ഷെ ആദരവ് കൂടി ആരാധനയായിപ്പോയി. അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ സമസ്തക്കാരോട് പറയാനുള്ളത്, ഔലിയാക്കളെ അമ്പിയാക്കളെ ആദരിക്കണം, ആരാധിക്കരുത്. ആദരവ് വേറെ, ആരാധന വേറെ. രണ്ടും രണ്ടാണ്, രണ്ടും രണ്ടായി മനസ്സിലാക്കുകയും വേണം. അതുകൊണ്ട് തന്നെ മതം എന്ന് പറയുന്നത് ശുദ്ധമായ ഏകദൈവാരാധനയിൽ അധിഷ്ഠിതമാണ്. അതാണ് ഒന്ന്. രണ്ട്, ആ മതം മനുഷ്യ ജീവിതത്തിലുടനീളം പഠിപ്പിക്കുന്ന ധാർമ്മികത. എന്ത് കാര്യങ്ങളെടുത്തോ, ഇപ്പൊ പ്രവാചക തിരുമേനിയുടെ ഒരു പ്രത്യേകത, ലോകത്തെ മുസ്ലിമീങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യാസം. ഇപ്പൊ ഞാൻ പറയാം, ശ്രീരാമൻ ചെരുപ്പ് ധരിച്ച പോലെയാണോ ഹൈന്ദവർ ചെരുപ്പ് ധരിക്കുന്നത്? ആണോ? ശ്രീരാമൻ പല്ല് തേച്ച പോലെയാണോ ഹൈന്ദവർ പല്ല് തേക്കുന്നത്? യേശു ക്രിസ്തു പല്ല് തേക്കണ പോലെയാണോ ക്രിസ്ത്യാനികൾ പല്ല് തേക്കുന്നത്? പക്ഷെ മുസ്ലിങ്ങൾ മുഹമ്മദ് നബി ചെയ്ത പോലെയാ ചെയ്യുന്നത്. ചെയ്യണം, ചെയ്യണ്ടോല്ലുകൾ വേറെ വിഷയം. ഞങ്ങളൊക്കെ ചെയ്യുന്നത് കൈനകം വെട്ടുന്നു, പ്രവാചകന്റെ സുന്നത്താണ്. കാൽനകം വെട്ടുന്നു, പ്രവാചകന്റെ സുന്നത്താണ്. കക്ഷത്തിലെ രോമം പറിക്കുന്നു, പ്രവാചകന്റെ സുന്നത്താണ്. മുഖ്യസ്ഥാനത്തെ രോമം നീക്കുന്നു, പ്രവാചകന്റെ സുന്നത്താണ്. ഡെയിലി പറ്റുമെങ്കിൽ 5 തവണ ദന്തശുദ്ധി വരുത്തുന്നു, പ്രവാചകന്റെ സുന്നത്താണ്. എണ്ണ തേച്ച് തല തേക്കുന്നു, തല മുടി തേക്കുന്നു, ആ മുടിയിൽ എണ്ണ തേക്കുന്നു, പ്രവാചകന്റെ സുന്നത്താണ്. വലത്തെ കാലുകൊണ്ട് ചെരുപ്പ് ധരിക്കുന്നു, വലത്തെ കൈയിലൂടെ ഡ്രസ്സ് ധരിക്കുന്നു, വലത്തെ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു, ഒക്കെ മതമാണ്. റോട്ടിലൂടെ നടന്നു പോകേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കേണ്ട ഖുർആനിലെ 5 സൂക്തങ്ങളിൽ, 5 ഖുർആനിക വചനങ്ങളിൽ റോട്ടിലൂടെ ആണും പെണ്ണ് എങ്ങനെയാ നടക്കേണ്ടത്? ഭഗവത്ഗീതയിലുണ്ടോ? ഋഗ്വേദത്തിലുണ്ടോ? സാമവേദത്തിലുണ്ടോ? ഉണ്ടോന്ന് ചോദിക്കുക ഞാൻ. ബൈബിളിലുണ്ടോ? സന്നവസ്ഥയിലുണ്ടോ? തൽമൂദിലുണ്ടോ? റോട്ടിലൂടെ എങ്ങനെ നടക്കണം എന്ന്. റോട്ട് പ്രകടനം നടത്താൻ പാടുണ്ടോ? നബിദിന റാലി നടത്താൻ പാടുണ്ടോ? ഇസ്ലാമിനോട് ചോദിക്ക്, പാടില്ല. ഇസ്ലാമിൽ ആന എന്നുള്ളതുണ്ടോ? ഞങ്ങളുടെ നാട്ടിൽ പറയാറുണ്ടായിരുന്നു, നാഗത്തിങ്ങൽ ആന എന്നെ കുത്തൂല. എന്താ മൂപ്പിലാലേ എന്ന് ചോദിച്ച്, ആനന്റെ 7 അയലത്ത് ഞാൻ പോകൂല, പിന്നല്ലേ കുത്തല്.